ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ ഇടങ്ങളിൽ നിന്നായി ഈ ആരാധനയ്ക്കായിട്ട് ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷകൾ ആരംഭിക്കാം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ക്രിസ്തീയ കീർത്തനങ്ങൾ 28-ാമത്തെ കീർത്തനം, അതിൻ്റെ ആദ്യത്തെ 4 അവസാനത്തെയും ചരണങ്ങൾ നമുക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് ഏറ്റ് പാടാമല്ലോ. വന്നിടേണം യേശുനാഥ നിയോഗമധ്യേ നീ തന്നരുൾക നിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ തന്നരുൾക നിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ മന്നിടത്തിൽ വന്ന നാഥ പൊന്നു തിരുമേനിയേ നന്ദിയോടിതാ നിന്ദാസർ വന്നു കൂടുന്നേ മുൻപിൽ. നന്ദിയോടിതാ നിന്ദാസർ വന്നു കൂടുന്നേ മുൻപിൽ. താതനേ കൃപാനിധേ ശ്രീയേശുനാമം മൂലമേ തന്നിടേണം ആത്മദാനം പ്രാർത്ഥന ചെയ്തിടുവാൻ. തന്നിടേണം ആത്മദാനം പ്രാർത്ഥന ചെയ്തിടുവാൻ. വേദവാക്യങ്ങളെ ഇന്നു മോദമോടുൾക്കൊള്ളുവാൻ താതനെ തുറക്കയങ്ങളുള്ളത്തെ തൃകൈകളാൽ താതനെ തുറക്കയങ്ങൾ ഉള്ളത്തെ തൃകൈകളാൽ ഇന്നു നിൻ തിരുവചനം ഘോഷിക്കും നിന്ദാസനും നിൻ അനുഗ്രഹ നിറവിൻ ശക്തിയെ നൽകിയിടേണം. നിൻ അനുഗ്രഹ നിറവിൻ ശക്തിയെ നൽകിയിടേണം. പരസ്യ ആരാധനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. അതാത് ഇടങ്ങളിൽ ആരാധനയുടെ മനോഭാവത്തോടെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ള താല്പര്യത്തോടെ
നമുക്ക് ആയിരിക്കാം. ഈ കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ആരാധനാ സംവിധാനങ്ങൾ ഒരുക്കി തരുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെയും സ്തോത്രങ്ങളെയും വഴിപാടുകളെയും ദൈവസന്നിധിയിൽ അർപ്പിക്കാമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങൾ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശീഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശീഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശീഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ണുവർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അതുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും കൊടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നവയുമായ നിന്റെ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മശിഹായെ നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു സംഗതിയാകുന്നു. വിശുദ്ധനായവൻ ഒരുവൻ മാത്രം സകല ജാതിയും ദൈവ മുൻപാകെ ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണെന്ന് നാം വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ ബഹുവിധമെങ്കിലും അവൻ്റെ സന്നിധിയിൽ അത് ഏറ്റുപറയുമ്പോൾ അവനത് മനഃപൂർവ്വം ക്ഷമിക്കുന്നവനാകുന്നു. ആ ദൈവത്തിന് മുൻപാകെ ഹൃദയ നുറുക്കത്തോടുകൂടെ നമ്മുടെ പാപങ്ങളെ അനുതാപത്തിന്റെ മസ്സുമൂറിലൂടെ ഏറ്റ് പറയാമല്ലോ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപാകെ തിന്മകൾ ഞാൻ ചെയ്തു. നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ മേൽ കളിക്കണമേ. ഞാൻ നിർമ്മലനാകും. അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ള ഒരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധ രൂഹായി എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയാനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആമേൻ.
അനുതാപ പ്രാർത്ഥനകളിൽ രണ്ടാമത്തെ പ്രാർത്ഥന പുറം 7 നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചൊല്ലാമല്ലോ. കരുണാനിധിയും സ്നേഹസമ്പൂർണനുമായ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ബഹുവിധ പാപങ്ങൾ ഇപ്പോൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ അധമരാക്കി തീർത്തു. മറ്റുള്ളവർക്ക് സങ്കടത്തിനും നഷ്ടത്തിനും ഞങ്ങൾ കാരണക്കാരായി. ദൈവമഹിമയ്ക്ക് കുറവും ദുഷിയും അവിടുത്തെ പിതൃവാത്സല്യത്തിന് ദുഃഖവും ഞങ്ങൾ വരുത്തി. ഞങ്ങളുടെ മാനസികവും ശാരീരികവുമായ പാപങ്ങളെയും രഹസ്യവും പരസ്യവുമായ വീഴ്ചകളെയും സങ്കടപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗസ്ഥനായ പിതാവേ, ഇവയെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അൻപുള്ള യേശുവേ, ഞങ്ങളുടെ പാപഭാരം നീക്കണമേ. വിശുദ്ധീകരിക്കുന്ന റൂഹായെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, ഞങ്ങളെ നിന്റെ പുത്രത്വത്തിന്റെ അവകാശത്തിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ. മിശിഹായുടെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധവുമാകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനം നിന്ന് മരിച്ചിട്ട് താണവരെ ഉയർത്തി. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും താൻ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടുമായി നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത പ്രകാരം എന്നേക്കും തന്റെ കരുണ ഓർക്കുകയും ചെയ്തു. പാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്നവരായി ഞങ്ങൾ നിന്റെ വാതിലിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാചനകൾ നൽകണമേ. കുറ്റം ചെയ്തു പോയവർ തിരിഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നവനാകിയാൽ കരുണാപൂർണനായ യേശു മിശിഹായേ, ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിപ്പേൻ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീൻ, ഞാൻ തുറക്കുമെന്നും ചോദിപ്പേൻ, ഞാൻ തരുമെന്നും അരുളി ചെയ്തവന് സ്തുതി. മേലുള്ളവരുടെ ഉടയവനും താഴെയുള്ളവരുടെ ശരണവുമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, നിനക്ക് സ്തുതി. സാരാംശത്തിൽ ഏകമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന 3 ആളത്വങ്ങൾ ഉള്ളവനുമായി സത്യേക ദൈവമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആമേൻ. 14-ാം പുറത്ത് 149-ാമത്തെ സങ്കീർത്തനം പ്രതിവാക്യമായിട്ട് നമുക്ക് ചൊല്ലാമല്ലോ. കർത്താവിന് ഒരു പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിഹിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ തപ്പുകൾ കൊണ്ടും ചതുരത്തപ്പുകൾ കൊണ്ടും അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ. കിന്നരങ്ങൾ കൊണ്ട് അവനവർ പാടട്ടെ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, ദരിദ്രന്മാർക്ക് രക്ഷ നൽകുകയും ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെട്ട് തങ്ങളുടെ കിടക്കകളിന്മേൽ അവനെ സ്തുതിക്കട്ടെ. അവർ തങ്ങളുടെ തൊണ്ട കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ജാതികൾക്ക് പ്രതികാരവും ജനങ്ങൾക്ക് ശിക്ഷയും നടത്തുവാനും അവരുടെ രാജാക്കന്മാരെ ബന്ധനങ്ങൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടും ബന്ധിപ്പാനും എഴുതിയിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനുമായി അവരുടെ കയ്യിൽ ഇരുപുറവും മൂർച്ചയുള്ള വാളുമുണ്ട്. അതവന്റെ സകല നീതിമാന്മാർക്കും മഹത്വമാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ. ആമേൻ. ത്രിത്വത്തിന് സ്തുതി, ത്രിത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദിയും അന്തവുമില്ലാത്തതുമായ ത്രിത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. ദൈവമേ, എല്ലാ നേരവും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ആമേൻ. മാലാഖമാരുടെ സ്തുതി ഗീതമായിട്ട് നമുക്ക് ചൊല്ലാം. 1 2 ചരണങ്ങൾ ദൈവനാമത്തിനായിട്ട് മാലാഖമാരോടൊപ്പം നമുക്ക് ചേർന്ന് പാടാം. പുറം 19. പാപികളും ബലഹീനരുമാം അടിയാരീതാ മേൽപ്പെട്ടവരാം ദൂതരെ പോൽ സ്തുതി ചെയ്തിടുന്നു. എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ, എല്ലാ നാളും സ്തുതി നിനക്കുണ്ടാകാ. ഭൂവിൽ സമാധാനമിണക്കം മർത്യർക്കെല്ലാം പ്രത്യാശയുമുണ്ടായി വരട്ടെ എന്നേക്കും ദൈവമേ. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. സർവേശ്വരനാം ഉടയോനെ മഹത്വ ദൈവമേ, പാപികളാമടിയാർ നിന്നെ സ്തുതി ചെയ്തിടുന്നു. വാഴ്ത്തിടുന്നു, വന്ദനം ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം പാടിയേറ്റുന്നു. സ്വർലോകത്തിൻ അധിപതിയെ അപാസൃഷ്ടാവേ, നിൻ തിരുനാമത്തിനു സ്തോത്രം എന്നേക്കും ദൈവമേ. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, എല്ലാ കാലവും എല്ലാ സമയവും ഞങ്ങളുടെ ആയുഷ്യം നാളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമം സ്തുതിക്കപ്പെട്ടതും നന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ ഏകപുത്രനോടും ജീവനുള്ള വിശുദ്ധ റൂഹായോടും കൂടെ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു. സർവകാലവും പുകഴ്ച നിനക്ക് ന്യായവും ആകുന്നു. ആമേൻ. മൊറാനേശോ മശിഹായേ, നിന്നനുഗ്രഹവാതിൽ ഞങ്ങൾക്കെതിരായൊരു നാളും അടച്ചിടരുതേ. നാഥ, ഞങ്ങൾ പാപികളും നേറ്റിടുന്നു. നിൻ അനുഗ്രഹം എങ്ങൾ മേൽ ചൊരിഞ്ഞിടണമേ. നിൻ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോവാൻ നിൻ സ്നേഹം നിന്നെ ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, നിൻ അനുഗ്രഹമെങ്കിൽ
ആമേൻ. എല്ലാവർക്കും ശാന്തമായിട്ട് ഇരിക്കുകയും ഇപ്പോൾ ഒന്നാമത്തെ പാഠം വായനയ്ക്കായിട്ട് ശ്രദ്ധയോടെ കാതോർക്കുകയും ചെയ്യാം. ഇപ്പോൾ പാഠം വായനകളിൽ ഒന്നാമത്തേത് നിർവഹിക്കപ്പെടും. ഒന്നാം പാഠമായിട്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യം. യെഹെസ്കേൽ 33-ന്റെ 1 മുതൽ 9 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാനൊരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളം നാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്നവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി, എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ നിൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴിവിട്ട് തിരിവാൻ കരുതിക്കൊള്ളാതെ വണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടു തിരിയാഞ്ഞാൽ അവൻ നിൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിൻ്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. പ്രകാരം ഒന്നാം പാഠം അവസാനിച്ചു. ഹാലൽ ഗീതങ്ങളിൽ 240-ാമത്തെ ഗീതം, ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിടുന്നു. നമ്മുടെയൊക്കെ അനുഭവങ്ങളോട് ചേർന്ന് ദൈവത്തിൻ്റെ വൻകൃപകളെ ധ്യാനിച്ചുകൊണ്ട് ഈ പാട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആലപിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എൻ്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവിനെ
കർത്താവു കരുതിയിടും. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവു കരുതിയിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. യഹോവയെ കാത്തിരിപ്പോൾ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോൾ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും. തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും. തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. വാഴ്ത്തിടുമെൻ ജീവകാലം എന്നേശുനായകനെ. വാഴ്ത്തിടുമെൻ ജീവകാലം എന്നേശുനായകനെ. പ്രതികൂലമേറും ജീവിതമരുവിൽ പുലർത്തുന്ന നാഥൻ ജയകരമായി. പ്രതികൂലമേറും ജീവിതമരുവിൽ പുലർത്തുന്ന നാഥൻ ജയകരമായി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. രണ്ടാമത്തെ പാഠം വായനയ്ക്കായിട്ട് കാതോർക്കാമല്ലോ. രണ്ടാം പാഠമായി വായിക്കേണ്ട വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 1 തിമോഥെയോസ് 6-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അതീതരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷി വച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം, അമർത്യതയുള്ളവനും
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമീൻ. ഇങ്ങനെ 1-2 പാഠഭാഗങ്ങൾ അവസാനം. പരസ്യ ശുശ്രൂഷ തുടരുന്നു. പുറം 23 പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകളിൽ രണ്ടാമത്തേത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ, രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ മാളികയിൽ വെച്ച് വിശുദ്ധ സ്ലീഹന്മാർക്ക് നീ നൽകിയ പരിശുദ്ധ റൂഹായെ ഞങ്ങൾക്കും നൽകണമേ. എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ പാർപ്പാനും ഞങ്ങളിൽ അവന്റെ വ്യാപാരങ്ങൾ മുടങ്ങാതിരിപ്പാനും സകലത്തിന്മേലും അധികാരമുള്ള പിതൃത്വത്തിന്റെ റൂഹായെ, അറിവിന്റെയും ശക്തിയുടെയും റൂഹായെ തന്നെ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ രാജാവും സത്യാത്മാവായ ആശ്വാസപ്രദനും സർവവ്യാപിയും സകലവും പൂർണ്ണമാക്കുന്നവനും നന്മകളുടെ ശ്രീഭണ്ഡാരവും ജീവൻ നൽകുന്നവനുമായ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് ഞങ്ങളിൽ പാർക്കണമേ. സകല അശുദ്ധിയും നീക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ, നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നീ പ്രവേശിച്ച് അവർക്ക് സമാധാനം നൽകിയ പ്രകാരം എന്നേക്കും നിന്റെ അടിയാറായി ഞങ്ങളോടുകൂടെ ഇരുന്ന് സമാധാനം നൽകുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമീൻ. സകലത്തിന്റെയും ഉടയവനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോട് കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചു കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകയാൽ നിന്റെ പ്രീതിവാത്സല്യവും ആർദ്രകരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. രണ്ടാം ഞായറാഴ്ചയിലെ പ്രത്യേക ക്രമം പുറം 34, പേജ് നമ്പർ 34. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. അവർണ്ണനീയമായ കൃപയാൽ നമ്മെ മരണമില്ലാത്തവരാക്കി തീർപ്പാനായി നാം അന്വേഷിക്കാതെ സ്വമനസ നമ്മുടെ അടുക്കൽ എഴുന്നള്ളുകയും തന്റെ തിരുമേനിയുടെ പീഡാനുഭവങ്ങളാൽ നമ്മുടെ കടങ്ങൾ പരിഹരിക്കുകയും തന്റെ പുനരുത്ഥാനം മൂലം മരണമുള്ള നമ്മുടെ വർഗത്തിന് മരണമില്ലായ്മയും മേലുള്ളവർക്കും താഴെയുള്ളവർക്കും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുകയും ചെയ്ത നല്ല ഉടയവനായ മിശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകലത്തിന്റെയും സൃഷ്ടാവും സംരക്ഷകനും ശക്തിയും തേജസ്സും സ്വതസിദ്ധമായിട്ടുള്ളവനുമായ ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി പീഡാനുഭവത്തിനും കുരിശുമരണത്തിനുമായി സ്വമനസാ നീ എഴുന്നള്ളി യഹൂദന്മാരിൽ നിന്ന് അപമാനവും പരിഹാസവും നിന്നെയും നീ സഹിച്ചു. ന്യായാധിപതികളുടെ ന്യായാധിപതി നീയായിരിക്കെ നാടുവാഴിയായ പീലാത്തോസിനാൽ നീ ന്യായം വിസ്തരിക്കപ്പെട്ടു. മഹോന്നതങ്ങളിൽ ക്രോപകളുടെ മേൽ അത്യന്തം ഭയഭക്തിയോടെ ആഘോഷിക്കപ്പെടുന്നവനായിരിക്കെ നിന്യമായ സ്ലീബാമേൽ നീ തൂക്കപ്പെട്ടു. കുരിശിൽ നഗ്നനായി തറയ്ക്കപ്പെട്ടപ്പോൾ സൂര്യനെ ഇരുളുമാറാക്കി. ഉഗ്രമായ നിന്റെ നിലവിളിയാൽ ദേവാലയത്തിലെ തിരശീല കീറി. ഭൂമിയെ നീ വിറപ്പിച്ചു, പാറകളെ നീ പിളർന്നു. പാതാളത്തിലേക്കുള്ള നിന്റെ പ്രവേശനത്താൽ മരണത്തെയും സാത്താനെയും നീ ജയിച്ചു. മരിച്ചവർക്ക് പ്രത്യാശയും ജീവനും നീ സമ്പാദിച്ചു. നിന്റെ പുനരുത്ഥാനത്താൽ സർവസൃഷ്ടിക്കും പുതിയ ജീവൻ നീ പ്രദാനം ചെയ്തു. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ,
രക്ഷിക്കുന്നതും ജീവൻ നൽകുന്നതുമായ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മരണമില്ലാത്തവരും നാശമില്ലാത്തവരുമാക്കി തീർക്കുകയും നികൃഷ്ടവും നിന്ദ്യവുമായ സകല വികാരങ്ങളിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ. നിന്റെ ഉത്തമ സാക്ഷികളായിരിക്കാൻ നിന്റെ ശക്തിയാൽ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ സന്തോഷത്തോടെ നിന്നെ എതിരേൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. നിനക്കും പിതാവിനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ശ്ലീബാമേൽ തന്നെത്താൻ അർപ്പിക്കുകയും തന്റെ യാഗത്താൽ ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും സ്വന്തം മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് ക്ഷമയും പിഴകൾക്ക് മോചനവും നൽകണമേ. കർത്താവേ, തിരുരക്തത്താൽ വീടുകൊള്ളപ്പെട്ട നിന്റെ സഭയിൽ നിന്ന് എല്ലാത്തര വേദവിപരീതങ്ങളും തർക്കങ്ങളും ഭിന്നതകളും തന്നിഷ്ടങ്ങളും നീക്കിക്കളയുകയും സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും ഐക്യമത്യം കൊണ്ടും ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടും അതിനെ അലങ്കരിക്കുകയും ചെയ്യുമാറാകണമേ. മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ഞങ്ങളെ സ്വതന്ത്രരാക്കിയ ദൈവപുത്രനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ പിതാവിന്റെ വചനമായ ഏകജാതൻ കബറിൽ നേർത്തെഴുന്നേറ്റ് പ്രിയപ്പെട്ടവരുടെ കൂട്ടങ്ങളെ സന്തോഷിപ്പിച്ചു. അവർ തന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. പിതാവിന്റെ ആദ്യജാതനായുള്ളവേ നിനക്ക് സ്തുതി. മറിയാമന്റെ ആദ്യജാതനായുള്ളവേ നിനക്ക് സ്തുതി. മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായുള്ളവേ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനും യാചനകൾ നൽകുന്നവനുമായുള്ളവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് നിന്റെ കൃപയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. 33-ാം പുറത്തുള്ളതായ ഗീതം പ്രതിവാക്യമായിട്ട് ചൊല്ലാമല്ലോ. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ തിരുനാമം എന്നേക്കും അത് വാഴ്വുള്ളതാകുന്നു. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ ബഹുമാനം എന്നേക്കും അത് വാഴ്വുള്ളതാകുന്നു. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേക ദൈവമേ, അനുഗ്രഹം ഞങ്ങളിൽ നീ ചൊരിയണമെപ്പോഴും. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേക ദൈവമേ, ദയയാൽ അനുഗ്രഹം നീ ചൊരിഞ്ഞിടണമേ. എന്നേക്കും നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, മഹിമ വാന്നിത്യം എന്നും നീ സ്തുത്യൻ. പരിശുദ്ധൻ നാഥ, തിരുനാമമെന്നേക്കും വാഴ്വുള്ളതാകുന്നു. എൻ കർത്താവേ സ്തുതിയേ, സ്തുതിയൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതിയേ. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുശ്രുതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. രണ്ടാം ഭാഗം ശുശ്രൂഷ 51-ാമത്തെ പുറം, പേജ് നമ്പർ 51. ഗാഗുൽത്തായുടെ ഉയരത്തിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും അതിനാൽ സർവലോകത്തിന്റെ പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്ത കർത്താവേ,
ഈ സമയത്ത് നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സ്നേഹവും സമാധാനവും ഐകമത്യവും ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പിനും നിന്റെ വലതു ഭാഗത്തുള്ള നിലയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. നിനക്കായി ഞാൻ നോക്കി പാർക്കും. ദാഹിച്ചു വലഞ്ഞ് വെള്ളത്തിനായി കാംക്ഷിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ദേഹവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യത്തോടെ നിന്നെ ഞാൻ നോക്കി. എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഇപ്രകാരം ഞാൻ എന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് മജ്ജയും മേധസ്സും കൊണ്ടതുപോലെ പുഷ്ടിയുള്ളതായി എന്റെ വായ സ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ കീർത്തിക്കും. എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി തോറും നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു. നിന്റെ ചിറകുകളുടെ കീഴിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലം കൈനെ താങ്ങുകയും ചെയ്തു. ദൈവമേ, എനിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ ആമേൻ. കർത്താവേ, അഗ്നിമേന്മാരും ആത്മവേന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ നിന്ന് സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും ആർത്തു ചൊല്ലുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നീ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, നീ എഴുന്നള്ളി വഴിതെറ്റിൽ നിന്ന് ഞാൻ സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും അതിന്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. വിശുദ്ധ എവൻഗേലിയോന്റെ കേൾവിക്കായിട്ട് നമുക്ക് പ്രാർത്ഥനാപൂർവം ഒരുങ്ങാം. അതാത് സ്ഥാനങ്ങളിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ കേൾവിക്കായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കാമല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. അല്പസമയം പ്രത്യേകമായ പ്രാർത്ഥനകൾക്ക് വേണ്ടി നാം വേർതിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, ദേശത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ, ഇവയൊക്കെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ നമുക്ക് നിയോഗവും പദവിയും ദൈവം തന്നിരിക്കുന്നല്ലോ. ആ പദവി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മനുഷ്യരെ ദൈവം അന്വേഷിക്കുന്നു. മഹാവ്യാധിയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദേശത്തെ സമർപ്പിച്ച് ദൈവിക സംരക്ഷണത്തിനായി യാചിപ്പാൻ, കുറവുകളുടെ ക്ഷമയ്ക്കായി യാചിപ്പാൻ, അനുതാപത്തിനും പുതുക്കത്തിനുമായി യാചിപ്പാൻ ദൈവം മനുഷ്യരെ തേടുന്നു.
നമ്മുടെ കൂട്ടത്തിൽ ആർ ദൈവസന്നിധിയിൽ ഈ ദേശത്തിനു വേണ്ടി തുടർച്ചയായി ഇടിവിൽ നിൽക്കും? കർത്താവേ, നിന്റെ സന്നിധിയിൽ ഈ ദേശത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ ഞങ്ങളെ തുടർന്നും ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ എന്നും നിലനിൽപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാലോചിതമായി വിവിധങ്ങളായിട്ടുള്ള മുഖാന്തരങ്ങളിലൂടെ ഈ കാലത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങൾ ദൈവം തരുമ്പോൾ അതിനെ സ്വീകരിപ്പാനും അനുസരിപ്പാനുമുള്ള വിനയവും പക്വതയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ അകലം സൂക്ഷിച്ചുകൊണ്ട്, വ്യക്തി ശുചിത്വം സൂക്ഷിച്ചുകൊണ്ട് നാം ഈ സമൂഹത്തിൽ ഇന്ന് ആയിരിക്കേണ്ടുന്നത് ആവശ്യമാകുന്നു. പല മാധ്യമങ്ങളിലൂടെ ദൈവം അത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. കർത്താവേ, ഈ നാളുകളിൽ അങ്ങനെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ രോഗത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന അനേക ജനതതി ഈ ലോകത്തിൽ മുഴുവനായി ഇരിക്കുന്നു. അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ദേശത്തോട് മനസ്സലിയണമേ. മഹാമാരിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കണമേ. ഇതിനൊരു പ്രതിവിധി അവിടുന്ന് ഒരുക്കണമേ. ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ അഗ്നിസർപ്പങ്ങളെ അവിടുന്ന് അയച്ചപ്പോൾ, അതോടൊപ്പം തന്നെ അവർ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ, താമ്രസർപ്പം ഉണ്ടാക്കി അതിലേക്ക് നോക്കുന്നവൻ കടിയേറ്റവനെങ്കിലും അവൻ രക്ഷപ്പെടും എന്ന് പഴയ നിയമത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ കാലങ്ങളിൽ ഈ മഹാവ്യാധിയിൽ നിന്നും ഞങ്ങൾക്കൊരു രക്ഷയുടെ അനുഭവത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ കുറവുകളെ അതിനായിട്ട് ഏറ്റുപറഞ്ഞ് ഞങ്ങളെ സമർപ്പിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയശോധനയുടെയും പരിശോധനയുടെയും നാളുകളായി ഈ ദിനങ്ങളെ രൂപപ്പെടുത്തുവാനും പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രിയപ്പെട്ടവരായിട്ട് അടുത്തും അകലെയും പാർക്കുന്ന എല്ലാവരെയും ഓർക്കാം. മാറാരോഗത്തിൻ്റെ മധ്യത്തിൽ ജോലിക്കായിട്ട് പുറത്തു പോകേണ്ടി വരുന്നതായ സാധാരണ മനുഷ്യർ ധാരാളമാകുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീവൻ പണയം വെച്ചും ഉപജീവനത്തിനായി അധ്വാനിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, നിന്റെ സംരക്ഷണമല്ലാതെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്നുള്ളത് സംസ്ഥാപനയും ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ ത്യാഗത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരെ സംരക്ഷിച്ചു കൊള്ളണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗവ്യാപനത്തിൻ്റെ തീവ്രത അനുഭവിക്കുന്ന ദേശങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം. സാമൂഹിക വ്യാപനത്തിൻ്റെ വക്കോളം നാം എത്തി നിൽക്കുമ്പോൾ കർത്താവേ, കരുണ ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരായ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൻ്റെതായ മാനസിക സംഘർഷങ്ങളിൽ ആയിരിക്കുന്നവർ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവൻ തന്നവൻ ജീവിതത്തിനുള്ള മുഖാന്തരങ്ങളും തുറന്നു തരുവാൻ്റെ കൊണ്ട് വിശ്വസ്തനാകുന്നു എന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നല്ലോ. അതിൽ വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതായി പോയി എന്ന് കരുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസം ചെയ്യുവാൻ സാഹചര്യങ്ങളില്ലാതെ തങ്ങൾ ആഗ്രഹിച്ച ഇടങ്ങളിൽ പോയി പഠിക്കുവാനോ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനോ കഴിയാതെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ സംഘർഷങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഉയർത്തി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. കർത്താവേ, ഏത് കാലത്തും സമ്മോഹനമായ ഭാവിയിലേക്ക് ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിവുണ്ട്. അത് ഞങ്ങളുടെ അധ്വാനങ്ങൾ കൊണ്ട് മാത്രമൊന്നും അല്ലല്ലോ, നിന്റെ കൃപ കൊണ്ടാകുന്നു. ഈ കാലം കഴിയുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശുഭഭാവിയിലേക്ക് നയിക്കുവാൻ, അവിടുത്തേക്ക് പ്രാപ്തിയുണ്ടെന്ന് വിശ്വസിക്കുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നൽകുമാറാകണമേ. തിരുസഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. സഭയുടെ മെത്രാപ്പൊലീത്തായിക്കായും എപ്പിസ്കോപ്പന്മാർക്കായിട്ടും പ്രാർത്ഥിക്കാം. വിശേഷിച്ച് ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തായിക്കായിട്ട് അപേക്ഷിക്കാം. തിരുമേനിയുടെ
പൂർണ്ണ ആരോഗ്യത്തിനായി ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഇന്ന് സഫ്രഗൻ മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് നിയോഗിതനാകുന്ന ഗീവർഗീസ് മാർ തിയഡോഷ്യസ് തിരുമേനിയെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലത്തിന് യോജിച്ചതായ നേതൃത്വം നൽകുവാൻ നിന്റെ ദാസനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഹൃദയനുറുക്കത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിൻ്റെ ശുശ്രൂഷകൾ മുടക്കം കൂടാതെ നടക്കുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഇടവകയും ഇതിലുള്ള ഓരോ കുടുംബങ്ങളെയും, പ്രത്യേകമായിട്ട് പ്രയാധിക്യത്തിലെത്തിയിരിക്കുന്നവർ, ഏകാന്തതയിൽ കഴിയുന്നവർ, കൊച്ചു പൈതങ്ങൾ, സ്ഥിരമായ രോഗ അവസ്ഥകളിൽ കഴിയുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ തങ്ങളുടെ 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ റിസൾട്ട്സിനായിട്ട് കാത്തിരിക്കുന്നവരും റിസൾട്ട്സ് കിട്ടിയതായ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആരാധനകളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ സാഹചര്യങ്ങളില്ലല്ലോ. എന്നാൽ അധികം താമസിയാതെ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് ഈ ഇടത്തു വന്ന് ഞങ്ങളുടെ പൂർവ്വമാതാപിതാക്കൾ കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിച്ച ഇടത്തു വന്ന് നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും വിശ്വാസത്തിന്റെ പാറമേൽ ഞങ്ങളുടെ അടിസ്ഥാനത്തെ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയുടെ കോൺകല്ലായ ഞങ്ങളെ രക്ഷിതാവേ മിശിഹായാകുന്ന ശോധന ചെയ്യപ്പെട്ട കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരുടെ മേലും പട്ടക്കാരുടെ മേലും ശമ്മാശന്മാരുടെ മേലും അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളിന്മേലും നിന്റെ കരുണകൾ നീ ചുന്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ മിശിഹായുടെ മഹത്വത്തിനായി സത്യോപദേശം നിലനിർത്തുവാൻ നിന്റെ ജീവന്റെ മഞ്ഞ് അവരുടെ മേൽ തളിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും വിവേകവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിലേറ്റ് പറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയിലെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവ്വത്തിലെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിച്ചല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ രൂപയാൽ കന്യമറിയാവുന്ന ചേട്ടനായി പന്തിയോസ് പിലാത്തോസിന്റെ നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയിലുമറിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവനന്തപുരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെ തന്റെ മഹാപ്രഭാതമായ യേശു മിശിഹായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും ആനന്ദം സംസാരിച്ചവനുമായ ജീവനുമായാലും വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ മാത്രമെന്ന് പറഞ്ഞ് മരിച്ചവരുടെ ജീവനും
ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ബാർഗമാർ സൗമൻകാലോ എല്ലാവർക്കും ശാന്തമായിട്ടിരുന്ന് വചനത്തിന്റെ കേൾവിക്കായിട്ട് നമ്മെ തന്നെ മനസ്സൊരുക്കാമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും എല്ലാവർക്കും സ്നേഹ വന്ദനം. ഇന്ന് സഭയായിട്ട് വൈദികരെ കുറിച്ചാകുന്നു ധ്യാന വിഷയമായി കരുതുന്നത്. വൈദികൻ ദൈവിക ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവൻ എന്ന പ്രധാന ചിന്തയെ അധീകരിച്ചുകൊണ്ട് ഈ ദിവസത്തെ വചനധ്യാനം നിർവഹിക്കണമെന്നും ഈ കാലഘട്ടത്തിൽ വൈദികന്റെ ശുശ്രൂഷ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും ഈ പ്രഭാതത്തിലെ സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് നമ്മളുടെ എവൻഗേലിയോൻ വേദഭാഗമായ മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കണം എന്ന് വിചാരിക്കുന്നു. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു chapter 7 verses 24 to 29. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ബലഹീനതയും കുറവുകൾ ഉള്ളതായ മനുഷ്യരെ നിന്റെ ശുശ്രൂഷകൾക്കായി നിയോഗം നൽകി വൈദിക പദവിയിലേക്ക് അവിടുന്ന് നിയോഗിക്കുന്നവനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ തിരുസഭയെ വൈദിക ഗണങ്ങളിലൂടെ അവിടുന്ന് നയിച്ചിട്ടുണ്ട്. അവരുടെ ശുശ്രൂഷകൾ അനുഭവിച്ചാണ് ഞങ്ങളെല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്. ഈ കാലത്തും തക്കതായ വൈദിക സമൂഹങ്ങളെ അവിടുന്ന് നിയോഗിച്ച് ഞങ്ങൾക്ക് നൽകണമേ. വൈദിക ശുശ്രൂഷയെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കുന്ന നാഴികയിൽ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ ജീവിതങ്ങളെ ആഴമായി മനസ്സിലാക്കുവാനും അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിയോഗിപ്പാനും അവരെ അതിനായിട്ട് വേർതിരിപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഈ വചന ധ്യാന വഴിയിൽ ഞങ്ങളോടൊപ്പം ഇരിക്കണം. യേശു മൂലമുള്ള പ്രാർത്ഥനകളെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. സജീവ സേവനത്തിൽ നിന്നും വിരമിച്ചതായ ഒരു വൈദികൻ തൻ്റെ ഗ്രാമത്തിൽ ഒരു നദിയുടെ കരയിലുള്ള ഭവനത്തിലായിരുന്നു പാർത്തിരുന്നത്. ആ നദിക്ക് കുറുകെ ഒരു ചെറിയ പാലവും ഉണ്ടായിരുന്നു. ഒരു ദിവസം തൻ്റെ പ്രഭാത നടത്തയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ തൻ്റെ വീടിനോട് ചേർന്നുള്ള റോഡ് അരികിൽ അദ്ദേഹം ഒരു ബോർഡ് എഴുതി വെച്ചു: മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക, വഴി മാറി സഞ്ചരിക്കുക. ഒരു ചെറുപ്പക്കാരൻ ഈ ബോർഡ് എഴുതി വച്ചിരിക്കുന്ന വഴിയുടെ അരികിലൂടെ തൻ്റെ ബൈക്ക് ഓടിച്ച് പോവുകയായിരുന്നു. അവൻ അവിടെ എത്തിയപ്പോൾ ബോർഡ് കണ്ടിട്ട് അത് വായിക്കുവാൻ അല്പസമയം നിർത്തി. ലിഖിതം വായിച്ചു. അത് എഴുതി വെച്ച വൈദികനെ എന്തോ കാരണത്താൽ കണക്കറ്റ് അധിക്ഷേപിച്ചിട്ട് മുൻപോട്ട് പോയി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഒരു അപകടത്തിൻ്റെ ശബ്ദം കേട്ടു. അപ്പോഴാണ് വൈദികൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു: അയ്യോ, പാലം അപകടാവസ്ഥയിൽ, വഴി മാറിപ്പോകുക എന്ന് എഴുതിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. വൈദികരെക്കുറിച്ച് ഇങ്ങനെയുള്ള കൊച്ചു ഫലിതങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയും. കൊച്ചു കൊച്ചു അബദ്ധങ്ങളുള്ള ജീവിതം, എന്നാൽ അതിലേറെ സുബദ്ധങ്ങളുമായി വിശ്വാസ സമൂഹത്തോടൊപ്പം എല്ലാ കാലത്തും ഏതെങ്കിലുമൊക്കെ വൈദികർ ഉണ്ടായിട്ടുണ്ട്. കേവലം മൺപാത്രങ്ങളായ ജീവിതങ്ങൾ, എന്നാൽ ദൈവം അമൂല്യമായ നിക്ഷേപങ്ങൾ ലോകത്തിൻ്റെ നന്മയ്ക്കായി ചൊരിയുവാൻ മനസ്സ് കാണിച്ചതായ ജീവിതങ്ങളാണ് ഓരോ വൈദിക ജീവിതവും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ജീവിതങ്ങളെ ഗുണപരമായി സ്വാധീനിച്ച ഏതെങ്കിലുമൊക്കെ വൈദികർ നമുക്കുണ്ടാകാം. അത്തരത്തിലുള്ള ഒരു വൈദികനെ നിങ്ങൾ ഈ നിമിഷം ഓർക്കണം.
അദ്ദേഹത്തിൻ്റെ പേര് എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിനായിട്ട് അല്പസമയം നിങ്ങൾ വേർതിരിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം വൈദികർ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ വൈദിക ശുശ്രൂഷയിലെ 10ാമത് വർഷത്തിലേക്ക് നാളെ ഞാൻ പ്രവേശിക്കുകയാണ്. എന്നെ തന്നെ വിചിന്തനം ചെയ്യുവാനും പുനർസമർപ്പിക്കുവാനും ഈ ഒരു നിമിഷം മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നാം വായിച്ച ഏവൻഗേലിയോൻ ഭാഗം വളരെ സുപരിചിതമാണല്ലോ. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വേദം. 2 മനുഷ്യർ, ഒരുവൻ ബുദ്ധിയുള്ളവനെന്ന് പറയുന്നു, മറ്റവനെക്കുറിച്ച് ബുദ്ധിയില്ലാത്തവനെന്ന് പറയുന്നില്ല എങ്കിലും നമുക്ക് തോന്നിപ്പോകും അവൻ ബുദ്ധിയില്ലാത്തവൻ തന്നെ എന്ന്. ബുദ്ധിയുള്ളവൻ പാറമേലാണ് തൻ്റെ വീട് പണിയുന്നത്. മഴയും കാറ്റും പ്രളയവുമൊക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണം ആ ഭവനത്തിന് സാധിക്കുന്നു. എന്നാൽ മണലിന്മേൽ വീട് പണിത ആ ഒരു മനുഷ്യൻ്റെ അധ്വാനം ഈ പെരുങ്കാറ്റിനെയും പ്രളയജലത്തെയും അതിജീവിക്കുവാൻ കഴിയാതെ നിലം പതിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലത്തിൽ ഒരു വൈദികൻ ആരാണ് എന്നുള്ള ലഘുചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. ഒരു വൈദികൻ ആരാണ്? പ്രതിസന്ധികളുടെ വൻമഴയെയും പ്രതിബന്ധങ്ങളുടെ പ്രളയജലത്തെയും വൻ കാറ്റിനെയും എപ്പോഴും പ്രതീക്ഷിക്കുന്നവനാണ് വൈദികൻ. ജീവിതം ചിലപ്പോഴെങ്കിലും നമ്മെ വല്ലാതെ ഭ്രമിപ്പിക്കാറുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സുഖാന്വേഷണത്തിനായിട്ടുള്ള ഒരു ത്വര നിരന്തരം നമ്മെ പിന്തുടരുന്നു. അത്തരത്തിലുള്ള ഒരു ജീവിതവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ ഒരു വൈദികൻ എല്ലായ്പ്പോഴും ജീവിതത്തിൽ അതിൻ്റെ അനിശ്ചിതത്വത്തെക്കുറിച്ചുകൂടെ ചിന്തിക്കുന്ന ഒരുവനാകാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വൻ കാറ്റിൻ്റെ അവസ്ഥകൾ ഉണ്ടാകാം, ജലപ്രളയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാം, വൻ മഴയുടെ പ്രാതികൂല്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇതിനായി ബുദ്ധിയുള്ള മനുഷ്യൻ ഒരുങ്ങുന്നത് പോലെ ഓരോ മനുഷ്യരും ഒരുങ്ങുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് പ്രയാസങ്ങളാകും. കർത്താവ് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. ഇത് പറഞ്ഞിരിക്കുമ്പോൾ പാട്ടുകാരൻ അതിനെക്കുറിച്ച് പാടുന്നു. അവൻ ഈ തലത്തിൽ അപമാനം നമുക്ക് അവകാശം എന്നോർത്തിടണം, അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്ത യുഗം വാണിടും. യഹോവ ദൈവമായിരിക്കുന്ന ഒരു ജനതയുടെ വിശിഷ്ടമായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ വിളി വളരെ വ്യത്യസ്തമാണ്. ജീവിതത്തിൽ കഷ്ടത എന്നത്, പ്രയാസം എന്നത് ദൈവം നമുക്കായി കൽപ്പിച്ചിട്ടുള്ളതല്ല എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുവാനാണ് മിക്ക മനുഷ്യരും ശ്രമിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രയാസങ്ങൾ ഒഴിവാക്കുവാനായിട്ടുള്ള സാധ്യതയുള്ള മെച്ചമായ സാഹചര്യങ്ങൾക്കായി നാം ഒക്കെയും ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും അതിന് കിണഞ്ഞ് പരിശ്രമിക്കാറുമുണ്ട് പ്രയാസങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുമ്പോൾ നാം വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്യും. ഓരോ വൈദികനും ദൈവ മർമ്മങ്ങളിലേക്ക് ഇറങ്ങുവാൻ അനുവാദം ലഭിച്ചവനാണ്. ആയതുകൊണ്ട് തന്നെ അവകാശമായി നൽകപ്പെട്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ എങ്ങനെ അതിനെ നേരിടണം എന്ന് മനസ്സിലാക്കുവാനോ പരിശീലിക്കുവാനോ ഓരോ വൈദികരും ശ്രമിക്കേണ്ടുന്നത് ആവശ്യമാകും. ഇത് വൈദികന് മാത്രമുള്ള നിയോഗമാണോ? അല്ല. ഒരു വൈദികൻ ഈ ലോകത്തിൻ്റെ അസ്ഥിരതയെ നേരിടുവാൻ തയ്യാറുള്ളവനായിരിക്കുമ്പോൾ തന്നെ
തൻ്റെ ജനത്തെയും അതിൻ്റെ അനുഭവങ്ങൾക്കായി നിരന്തരം പ്രോത്സാഹിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാകും. ആയതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, കൊറോണയുടെ ഈ കാലം യാഥാർത്ഥ്യബോധത്തോടെ സ്വീകരിപ്പാൻ നാം ശ്രമിക്കണം. ഈ ലോകം കഷ്ടത നിറഞ്ഞ ഒരു ലോകമാണ്. ഇതുവരെയുള്ള നമ്മളുടെ ആയുസ്സിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒരു കഠിനമായ മാരി നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവുകയില്ല. എന്നാൽ ഇതിനു മുൻപുണ്ടായിരുന്ന തലമുറകളൊക്കെയും ഇത്തരത്തിലുള്ള മഹാവിപത്തുകളെ നേരിട്ടിട്ടാണ് മുൻപോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഓരോ കാലത്തും അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവജനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്ന് ഈ വിശ്വാസം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു വസ്തുത. ആയതുകൊണ്ട് തന്നെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ജീവിതത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വിചിന്തനം നടത്തി ഏറ്റവും ഉചിതമായ മാർഗം ദൈവത്തോടൊപ്പം കണ്ടെത്തുന്നവരായിരിക്കാൻ നിങ്ങളെക്കുറിച്ച്, നമ്മെക്കുറിച്ച് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, ആരാണ് വൈദികൻ? വൈദികൻ എന്നത് പ്രതിരോധത്തിൻ്റെ വിശ്വാസ ഭവനം വചനമാകുന്ന പാറമേൽ പണിയുന്നവനാണ്. പ്രതിരോധത്തിൻ്റെ വിശ്വാസ ഭവനം വചനമാകുന്ന പാറമേൽ പണിയുന്നവനാണ് വൈദികൻ. മാർത്തോമാ സഭയുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് എല്ലാ കാലത്തും ഈ സഭയിൽ വൈദിക സ്ഥാനികൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. എന്തിനായിട്ടാണ് അവർ നിയോഗിക്കപ്പെടുന്നത്? കൂദാശകളുടെ അനുഷ്ഠാനത്തിനും വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കുമാകും. ഓരോ പട്ടക്കാരനും മേൽപ്പട്ടക്കാരനും പട്ടം കെട്ടപ്പെടുന്നത് ഈ പ്രത്യേകമായിട്ടുള്ള നിസ്തുലമായ ശുശ്രൂഷയ്ക്കായിട്ടാകുന്നു. ആദിമസഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ തന്നെ വചനത്തിൻ്റെ വായനയും അതിൻ്റെ വ്യാഖ്യാനവും നിലനിന്നിരുന്നു എന്നത് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇത് യഹൂദ സുനഗോഗിലെ ആരാധനയിൽ നിന്ന് കടമെടുത്തതായ ഒരു ശൈലിയാണ് എന്നതും നമുക്ക് അറിവുള്ളതാണ്. വിശുദ്ധ കുർബാനയുടെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 4 വായനകൾ നിറഞ്ഞ വചനത്തിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷയാകുന്നു. 1ഉം 2ഉം പാഠങ്ങളും ശ്ലീഹ വായനാ ഭാഗവും ഏവൻഗേലിയോനും ആ നാഴികകളിലാണല്ലോ നാം വായിച്ച് കേൾക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു വൈദികന്റെ ശുശ്രൂഷ എന്ത് എന്ന് ചോദിച്ചാൽ, ഈ കാലത്തും എല്ലാ കാലത്തും പ്രതിരോധത്തിൻ്റെ വിശ്വാസ ഭവനത്തെ വചനമാകുന്ന പാറമേൽ പണിയുക എന്നുള്ളതാകുന്നു. വൈദികൻ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ചുഴറ്റി ദേശത്തിന് കാവൽ നിൽക്കുന്നവന്, അതോടൊപ്പം അതേ വചനമാകുന്ന മായമില്ലാത്ത പാൽ നൽകി തൻ്റെ ജനത്തെ വളർത്തുവാൻ നിയോഗിക്കപ്പെട്ടവനും ആകുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസം പരിശോധിക്കപ്പെടുന്ന ഈ നാളുകളിൽ ദൈവത്തെ തള്ളിപ്പറയുവാൻ നമുക്ക് കാരണങ്ങളുണ്ട് എന്ന് നാം ചിന്തിക്കുന്ന ഈ നാഴികയിൽ നാം പഠിച്ചതും കേട്ടതും പങ്കെടുത്തതുമായ ആരാധനയുടെയും വിശുദ്ധ വചനത്തിൻ്റെയും പാഠങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് തൊട്ട് മുന്നേയുള്ള കാലങ്ങളിൽ നിരന്തരമായിട്ട് വചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സമൂഹമാണ് നാം. അന്നൊക്കെയും ക്രിസ്തീയ കൂട്ടായ്മയുടെ മാധുര്യം നുകരുവാനും പാട്ടുകൾ പാടി അതിലൂടെയും പഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച ഒരു സമൂഹമാണ് നാം. എന്തിനാണ് നാം ആ വിധത്തിൽ പണിയപ്പെട്ടത്? ഈ നാളിൻ്റെ പ്രതിസന്ധിയെ നേരിടുവാനായിട്ടാകുന്നു.
വചനം എന്ന പാറമേൽ നമ്മെ സഭ എന്ന നിലയിൽ പണിയപ്പെട്ടത് ഈ നാളുകളിലെ വിശ്വാസരാഹിത്യത്തിനുള്ള വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ചാഞ്ചല്യമില്ലാതെ നിൽക്കുവാനായിട്ടാകും. മറന്നുപോകരുത്. ഞാൻ എൻ്റെ ശുശ്രൂഷ നിർവഹിക്കട്ടെ ഈ വചനത്തിൻ്റെ ധൈര്യത്തിൽ ഈ കാലത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാനും പാറമേൽ പണിത വീട് പോലെ സ്ഥിരതയുള്ളവരായി നിൽപ്പാനും ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടുന്നത് ആവശ്യമാകുന്നു. കഷ്ടതയും പ്രലോഭനങ്ങളും നിറഞ്ഞതുമായ ഒരു ജീവിതയാത്രയിൽ പ്രതിരോധത്തിൻ്റെ വിശ്വാസഭവനത്തെ നിലനിൽക്കുന്നതും പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തതുമായ വചനമാകുന്ന പാറമേൽ കെട്ടുപണി ചെയ്യുവാൻ നിയോഗമുള്ളവനാണ് വൈദികൻ. നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ കെട്ടുപണി ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കുവാൻ ഈ സമയം വിനിയോഗിക്കണം. അവസാനമായിട്ട്, ആരാണ് വൈദികൻ? വൈദികൻ പ്രതീക്ഷകളുടെ പൊൻപുലരിക്കായി കർമ്മനിരതനായി കാത്തിരിക്കുന്നവനാണ്. വൻമഴ മാറും, നദികളുടെ പ്രളയം അവസാനിക്കും, കാറ്റും അടങ്ങും. പ്രതീക്ഷയുടെ ഒരു പുതിയ പുലരി കാത്തിരിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർമ്മരഹിതനായിട്ടിരിക്കുവാനായിട്ടല്ല, കർമ്മനിരതനായിരിക്കുന്നവനാണ് വൈദികൻ. ദൈവവചനത്തിൻ്റെ ചൈതന്യത്തിൽ വിശ്വസിക്കുന്നവനാണ് വൈദികൻ. മടുപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ ആ പ്രത്യാശ ധൈര്യപൂർവ്വം ഘോഷിക്കുന്നവനാണ് വൈദികൻ. വചനത്തിൻ്റെ നിറവേറലിനായി പ്രത്യാശയോടെ കർമ്മനിരതനായി കാത്തിരിക്കുന്നവനാണ് വൈദികൻ. ഇങ്ങനെയുള്ള എത്രയോ വൈദികർ നമ്മുടെ മുൻപേ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. അവരുടെ പിന്നടിയിൽ നടപ്പാനായിട്ടാകുന്നു ഈ നാളുകളിൽ നാം ശ്രമിക്കേണ്ടുന്നത്. വൈദിക വീഴ്ചകളെ ആഘോഷമാക്കുന്ന ഈ കാലങ്ങളിൽ നമ്മെ സ്വാധീനിച്ച അനേകം വൈദികരുണ്ടെന്നുള്ളത്, ഈ കാലത്തും ഉണ്ടെന്നുള്ളത് ആരും മറന്നുപോകരുതേ. ചില ജീവിതങ്ങളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ എങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾക്കാകാൻ പറ്റും എന്നുള്ള വലിയൊരു വെല്ലുവിളി മനസ്സിൽ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു വൈദികനെ കുറിച്ച് കഴിഞ്ഞ ദിവസം എനിക്ക് വായിക്കുവാൻ ഇടയായി. ബഹുമാനപ്പെട്ട ബോബി അച്ഛൻ എഴുതുന്നതായ ഒരു പുലർക്കാലം എന്ന ധ്യാനത്തിൽ കസന്ത് സാക്കീസിൻ്റെ ദ റിപ്പോർട്ട് ടു ഗ്രേക്കോ എന്ന് പറയുന്ന രചനയിൽ ഒരു വൈദികനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വൈദിക ഭവനത്തിൽ എത്തിച്ചേർന്ന അതിഥി വാതിൽക്കലുള്ള മണിനാദം കേട്ട് വൈദികൻ പുറത്തേക്ക് വന്നു. അതിഥിയെ കണ്ട് കാത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പുറത്ത് കാത്തു നിൽക്കുമ്പോൾ അകത്ത് ഒരുക്കത്തിൻ്റെ എന്നോണം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതിഥി ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടു. അത്താഴം വിളമ്പി. അതിനുശേഷം വിശ്രമത്തിനായിട്ടൊരു മുറിയും ഒരുക്കപ്പെട്ട് നൽകി. കിടക്കുവാൻ തുടങ്ങിയപ്പോൾ രാവിലെ എഴുന്നേൽപ്പിക്കാം എന്ന വാഗ്ദത്വവും നൽകി. പിറ്റേന്ന് ഈ വൈദികൻ അതിഥിക്ക് വേണ്ടുന്ന പ്രാതലും പൊതിഞ്ഞ് യാത്രയാക്കി. കസന്ത് സാക്കീസ് എഴുതി വയ്ക്കുകയാണ് ഒരു വൈദികന്റെ ജീവിതം. നഗരത്തിൽ ചെന്നപ്പോഴാണ് ഈ അതിഥിയായിരുന്നവൻ താൻ തലേന്ന് തങ്ങിയ ഭവനത്തിലെ മകൻ മരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവനെ ഓർത്ത് കരഞ്ഞിരുന്ന ഉറ്റവരെയാണ് അയാൾ അതിഥിയിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ ശ്രമിച്ചത് എന്നും അയാൾക്ക് പിടികിട്ടിയത്. ആരുണ്ട് ഇത്തരം വൈദിക ജീവിതങ്ങൾ ആകുവാൻ ആഗ്രഹിക്കുന്നവർ? ഈ ഇടവകയിൽ നിന്നും അനേകർ വൈദിക ശുശ്രൂഷയിലുണ്ട്. അവരുടെ പിന്നാലെ ഇത്തരത്തിലുള്ള വൈദികരാകുവാൻ എത്ര പേർക്ക് ഇനിയും സാധിക്കും? പ്രതിസന്ധികളുടെ വൻമഴയെ
പ്രതിബന്ധങ്ങളുടെ പ്രളയജലത്തെയും വൻകാറ്റിനെയും പ്രതീക്ഷിക്കുന്ന വൈദികർ. പ്രതിരോധത്തിൻ്റെ വിശ്വാസ ഭവനം വചനമാകുന്ന പാറമേൽ പണിയുന്ന വൈദികർ. പ്രതീക്ഷകളുടെ പൊൻപുലരിക്കായി കർമ്മനിരതനായി കാത്തിരിക്കുന്ന വൈദികർ. ദൈവജനമേ, ഇത്തരത്തിലുള്ള വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ വൈദികനും നിങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വൈദികരായി അവരെ രൂപപ്പെടുത്തണമേ കർത്താവേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ഉയർത്തണം. നിശ്ചയമായിട്ടും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ദൈവം ഓരോ വൈദികനെയും ഉപയോഗിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. ബലഹീനതയുള്ള ഈ ജീവിതത്തെ ബലവാനായവൻ ബലമേകി നടത്തും. ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടട്ടെ. അതാതിടങ്ങളിൽ നിങ്ങളുടെ കർമ്മ സരണികളിൽ വിശ്വാസത്തിൻ്റെ പോർവീരരായി നിൽപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പാട്ടിൽ എന്നോടൊപ്പം പങ്കുചേരാം. വിശ്വാസത്തിൻ്റെ നായക ഈ നിന്റെ യോദ്ധാവേ, വിശ്വസ്തനായി കാക്കുക നൽ അന്ത്യത്തോളവും. വിശ്വാസത്തിൻ്റെ നായക ഈ നിന്റെ യോദ്ധാവേ, വിശ്വസ്തനായി കാക്കുക നൽ അന്ത്യത്തോളവും. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തുനാമത്തിൽ, വാടാകിരീടം പ്രാപിപ്പാൻ നാലന്ത്യത്തോളവും. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, വൈദിക സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ നിയോഗവും പേറി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമർപ്പണത്തിൽ വീഴ്ച വരുവാൻ ഇടയാകരുതേ. നിന്റെ ജനത്തെ വചനമാകുന്ന മായമില്ലാത്ത പാൽ കൊടുത്ത് വളർത്തുവാൻ, വചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകി ദേശത്തിന് കാവൽ നിൽപ്പാൻ, എല്ലാ കാലങ്ങളിലും കർമ്മനിരതരായിരിക്കാൻ, പ്രത്യാശ സൂക്ഷിക്കുന്നവരായിരിക്കാൻ എല്ലായ്പ്പോഴും സഹായിക്കണമേ. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയതായ വൈദിക ശ്രേഷ്ഠരുടെ ജീവിതങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ നിന്റെ സഭയെ അവിടുന്ന് കാലാകാലങ്ങൾ കെട്ടുപണി ചെയ്തിട്ടുണ്ടല്ലോ. ബലഹീനരായ ഞങ്ങളിലൂടെ ഈ കാലങ്ങളിലും നിന്റെ ജനത്തെ സമർപ്പണത്തോടെ വളർത്തുവാൻ സഹായിക്കുകയും കെട്ടുപണി ചെയ്യുവാൻ ശക്തീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് പിൻഗാമികളായി അവിടുത്തെ വരവ് വരെയും അനേകരെ ഈ സ്ഥാനങ്ങളിലേക്ക് ഉണർത്തണമേ, ഉയർത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് നൽകുവാൻ കൊണ്ട് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. നിസ്സഹായരായിപ്പോയി എന്ന് തോന്നുന്ന നാഴികയിൽ, ബലഹീനത ഏറുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നിന്റെ കൃപ എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ ജനത്തെയും ഈ ഇടവകയും ഈ വചനത്തിൻ്റെ കേൾവി കേൾക്കുന്ന സകല മനുഷ്യരെയും വൈദികമായ അനുഗ്രഹങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ വചനത്തിൻ്റെ സാരങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാനും ഞങ്ങളുടെ ഓരോരോ പ്രവൃത്തി മേഖലകളിലും ഞങ്ങൾ നിന്റെ നിയോഗം പേറുന്നവരാകുന്നു എന്ന ബോധ്യത്തോടെ ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആലോചനകൾക്കായി സ്തോത്രം. ദൈവനാമം മഹത്വം എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആശീർവാദത്തിനായി എഴുന്നേൽക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ.
കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ദൈവമേ, നിൻ സ്നേഹത്തോടെ ഞങ്ങളെ വിട്ടയക്കാം. നിന്റെ സമാധാനം തന്നു ഇപ്പോൾ അനുഗ്രഹിക്കാം. യാത്രക്കാരാം ഞങ്ങളെ തണുപ്പിക്കാം. യാത്രക്കാരാം ഞങ്ങളെ തണുപ്പിക്കാം. അഭിവന്യ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് എപ്പിസ്കോപ്പ തിരുമേനസിനെ സഫ്രഗൻ മെത്രാപ്പൊലിത്തയായി നിയോഗിക്കുന്ന ശുശ്രൂഷ ഇപ്പോൾ പുലാത്തീനിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലൈവായിട്ട് യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതിലും പങ്കുചേരാവുന്നതാണ്. അതിനായിട്ടും നിങ്ങളെ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരും അഭിവന്യ തിരുമേനിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പുതിയ നിയോഗങ്ങൾക്കായി ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. സമാധാനത്താലെ പാർക്ക, ധൈര്യമായിരിക്കുക. ഈ ദൈവത്തിൻ്റെ സ്ലീബ നിങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും വരുന്ന നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.